പത്തരമാറ്റ സീരിയലിന്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഹാളിലിരിക്കുന്ന സമയത്ത് ദേവിയേനെ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, ജോത്സ്യർ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നാണ് ആ ധാന്യങ്ങൾ മുളച്ചോ എന്നുള്ള കാര്യം നോക്കാനുള്ള ഉത്തമ ദിവസം എന്നുള്ള കാര്യം പറയുന്നുണ്ടേ. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് മുത്തശ്ശനും പറയാണ്. പക്ഷെ ജാനകിക്ക് എന്തോ ഒരു ടെൻഷൻ പോലെയാണ്, എനിക്കെന്തോ ഒരു ടെൻഷൻ പോലെ അത് മുളച്ചിട്ടുണ്ടാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഓർത്തിട്ട് എന്ന് പറയുമ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, നീ എന്തിനാ ടെൻഷൻ ആവുന്നത്, എല്ലാം നല്ലപോലെ തന്നെ അവസാനിക്കുമെന്ന്. ഇത് കേൾക്കുമ്പോൾ നയനയും പറയുന്നുണ്ട്, എന്തിനാ ചെറിയമ്മ ടെൻഷൻ ആവുന്നത്, നമ്മൾ അമ്പലത്തിൽ ചെയ്ത എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിച്ചില്ലേ, അതുപോലെ ഇതും നല്ല രീതിയിൽ തന്നെ മുളച്ചിട്ടുണ്ടാകും, നല്ല രീതിയിൽ തന്നെ നമ്മുടെ അനിയുടെ കല്യാണവും നടക്കും, ഒന്നും ഓർത്തിട്ട് ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കുകയാണ് കേട്ടോ ജാനകിയെ. ചെറിയമ്മ നോക്കിക്കോ, അനിയുടെ മനസ്സ് പോലെ തന്നെ എല്ലാം നല്ല പോലെ തന്നെ നടക്കും, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഓർത്ത് നിൽക്കാതെ കല്യാണത്തിന് എന്താണ് ആവശ്യം അതിനെക്കുറിച്ച് ഓർത്താൽ മതി എന്നും കൂടി പറയുന്നുണ്ടേ. നമുക്കിനി പൂജാമുറിയിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശൻ എല്ലാവരെയും കൂട്ടി പോകുന്നുണ്ട്. ആ സമയത്ത് ജലജയും അഭിയും മാത്രം അവിടെ നിൽക്കുകയാണ്. ജലജ എന്നിട്ട് അഭിയുടെ അടുത്ത് പറയുന്നുണ്ട്, നയനയുടെ മുഖം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കോൺഫിഡൻസ് ആയിട്ടാണ് അവൾ പറയുന്നത് അനിയുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കുമെന്ന്. എന്നാൽ പാവം അവൾക്കറിയില്ലല്ലോ അവര് വെച്ചിരിക്കുന്ന ആ ധാന്യങ്ങൾ മുളയ്ക്കാനേ പോകുന്നില്ല എന്നുള്ള കാര്യം. എന്താ അമ്മയെ പറയുന്നത്, അമ്മ എന്താ ചെയ്തെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അന്ന് എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്, ഇനി ആ ധാന്യങ്ങൾ ഒരിക്കലും മുളയ്ക്കില്ല. അതിന് അമ്മ എന്താ ചെയ്തതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അന്ന് ഇവർ മുളയ്ക്കാൻ വേണ്ടിയിട്ട് ആ ധാന്യങ്ങൾ വെച്ച് ദിവസം തന്നെ ഞാൻ ആ ധാന്യങ്ങൾക്ക് നല്ല സാനിറ്റൈസർ അടിച്ചു കൊടുത്തിട്ടുണ്ട്, ഇപ്പം അതെല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ എപ്പോഴും അമ്മ ഇത് ചെയ്തത്, എന്നിട്ട് അമ്മ എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. സർപ്രൈസ് ആയിട്ട് ചില കാര്യങ്ങൾ പറയുന്നതിനോടാണ് എനിക്ക് താല്പര്യം. എന്തായാലും കുറച്ചു നേരത്തിനുള്ളിൽ എല്ലാവരുടെയും മുഖവ്യത്യാസം മാറുന്നത് നിനക്ക് നേരിട്ട് കാണാം. ഇത് കണ്ടുകൊണ്ടാണ് ആ കല്യാണത്തിന്റെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതൊന്നും അറിയാതെ നയന ജാനകിക്ക് ധൈര്യം കൊടുത്തിരിക്കുകയാണ്. പാവം എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അബിയുടെ അടുത്ത് പറയുന്നത്, വാ നമുക്ക് അങ്ങോട്ടേക്ക് ചെല്ലാം, ഇനിയിപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നുന്നുണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ പോയി നിൽക്കുന്നുണ്ട്. അങ്ങനെ പൂജാമുറിയിൽ നിന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, നയന മോളെ ചെന്നിട്ട് ദീപാരാധന ചെയ്തതിന് ശേഷം നീ ആ ധാന്യങ്ങൾ മുളച്ചോ എന്ന് നോക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അത് പ്രകാരം തന്നെ സ്വാമിക്ക് വിളക്ക് കത്തിച്ച് കർപ്പൂരം ഒഴിഞ്ഞതിന് ശേഷം തുറക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന അത് തുറക്കാൻ വേണ്ടി പോകുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചെറിയ ഭയമുണ്ട്. എന്നാൽ ജലജയുടെയും അതുപോലെ അബിയുടെയും മനസ്സിൽ നല്ല ചിരിയാണ്, മുഖത്തും അത് കാണാവുന്നതാണ്. അങ്ങനെ മുളച്ചിരിക്കുന്നത് കാണുന്ന സമയത്ത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ദൈവത്തിനോട് നന്ദി പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ മുത്തശ്ശനും മുത്തശ്ശിയും. എന്നാൽ ജലജയ്ക്കും അബിക്കും ഒന്നും മനസ്സിലാവില്ല ഇത് എന്താ അമ്മ ഇതെന്ന് ഇങ്ങനെ അബി ചോദിക്കുന്നുണ്ട്. തുടർന്ന് അനിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട്. ആ സമയത്ത് ആദർശ് ചോദിക്കുന്നുണ്ട്, എടാ അനാമികയാണോ വിളിച്ചത് എന്നുള്ള കാര്യം. അതേ ഏട്ടാ എന്ന് പറയുമ്പോൾ ചെല്ല് അവളുടെ അടുത്ത് പറഞ്ഞേക്ക് നന്നായിട്ട് ധാന്യങ്ങളൊക്കെ മുളച്ചു വന്നിട്ടുണ്ട്, അടുത്തത് കല്യാണമാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. ശരി ഏട്ടാ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ചിരിച്ചും കൊണ്ട് അനി ഫോൺ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പോവാണ്. തുടർന്ന് ജലജയുടെ അടുത്ത് അഭി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയോ ചെയ്തു എന്നല്ലേ പറഞ്ഞത്, എന്നിട്ട് ഇപ്പോൾ ഇങ്ങനെയാണല്ലോ സംഭവിച്ചെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ എനിക്കറിയില്ലടാ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചത് എന്നുള്ള കാര്യം ജലജ പറയാണ്. തുടർന്ന് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ആദർശ് പറഞ്ഞതുപോലെ ഇനി അടുത്തത് കല്യാണമാണ്, പൂജയും കാര്യങ്ങൾക്ക് എല്ലാവരും മനസ്സറിഞ്ഞ് തൃപ്തരല്ലേ എന്നും കൂടി ചോദിക്കുന്നുണ്ട് കേട്ടോ എല്ലാവരുടെ അടുത്തും. അപ്പൊ എല്ലാവരും സന്തോഷത്തോടു കൂടി ചിരിക്കുന്നുണ്ട്. എല്ലാവരും ദൈവത്തിനോട് നന്ദി പറയുക എന്നുള്ള കാര്യം പറയുകയാണേ. അങ്ങനെ എല്ലാവരും നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് നയന കിച്ചണിലേക്ക് വരികയാണ് കേട്ടോ. ആ സമയത്ത് ഫോൺ കോളൊക്കെ കഴിഞ്ഞ് അനി നേരെ നയനയ്ക്ക് അരികിലേക്കാണ് ചെല്ലുന്നത്. അനിയെ കണ്ടിട്ട് കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ ഏട്ടത്തി കൺഗ്രാറ്റുലേഷൻസ്, ഇത് ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ട് ആദർശ് അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ശരിക്ക് ഞാനാണ് ഏട്ടത്തിയോട് താങ്ക്സ് പറയേണ്ടത്, താങ്ക്സ് ഏട്ടത്തി എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ അനി എന്തിനാണ് ഇവൾക്ക് താങ്ക്സ് പറയുന്നത്, നീ എന്തിനാ അനി എനിക്ക് താങ്ക്സ് പറയുന്നത്, ധാന്യങ്ങളൊക്കെ നന്നായിട്ട് മുളച്ചു വന്നു, കല്യാണം ഫിക്സ് ചെയ്തത്, അതിനും എനിക്കും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല, നീ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നത്, ഏട്ടത്തി ഇത് മുളയ്ക്കാൻ വേണ്ടിയിട്ട് ഏട്ടത്തി എന്തെല്ലാം ചെയ്തു എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം, അമ്പലത്തിലെ പരിഹാര പൂജകളൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ എന്തോരം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഏട്ടത്തി ചെയ്ത കാര്യങ്ങളൊക്കെ എനിക്കറിയാം,
അത് പോരാഞ്ഞിട്ട് മുളയ്ക്കാതിരുന്ന ആ ധാന്യങ്ങളുടെ ചട്ടി എടുത്ത് മാറ്റിയിട്ട് മുളച്ച ധാന്യങ്ങളുടെ ചട്ടി അവിടെ കൊണ്ടുവച്ചതെല്ലാം ഞാൻ കണ്ടു. ഞാനും അനാമികയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ ഹെൽപ്പ് ചെയ്തതും ഏട്ടത്തിയാണ്. ഇപ്പൊ ഇത് നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതും ഏട്ടത്തി തന്നെയാണ്. റിയലി താങ്ക്സ് ഏട്ടത്തി. ശരിക്കും ഏട്ടത്തി എൻ്റെ ഏട്ടത്തിയേക്കാൾ എനിക്ക് തോന്നിയത് എൻ്റെ രണ്ടാനമ്മയായിട്ടാണ്. കാരണം എൻ്റെ ഓരോരോ കാര്യങ്ങളിലും ഏട്ടത്തി അത്രയും റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. ഒരുപാട് നന്ദി ഏട്ടത്തി. ഇതെല്ലാം കേൾക്കുമ്പോൾ നയന ചിരിക്കുകയാണ് കേട്ടോ. ആദർശ് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്നിട്ട്. തുടർന്ന് പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ഭയങ്കരമായിട്ട് സീരിയസ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആദർശും ജയനും അടുത്തിരുന്നിട്ട് ലാപ്ടോപ്പിൽ ഡിസൈൻസ് ഒക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അബിയുടെ അടുത്ത് ചെന്നിട്ട് ഷെൽഫിൽ നിന്ന് ഫയൽ എടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറയുന്നുണ്ട്. അവിടേക്കും അങ്ങോട്ടേക്ക് കനകയൊക്കെ എത്തുന്നുണ്ട്. എന്താ അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാവാതെ നയനയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്. എന്താ മോളെ എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് നിൽക്കുന്നത്, എന്താ അവിടെ നടക്കുന്നതെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മേ അതൊരു ഫോറിൻ കൺട്രിയിലെ ക്ലയൻസിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് ആണ്, ഓൺലൈൻ മീറ്റിംഗ് ആണെന്ന് പറയുമ്പോൾ ഓൺലൈൻ മീറ്റിംഗ് ഒന്ന് ചോദിക്കണേ, അതമ്മേ നമ്മൾ വീഡിയോ കോളിലൊക്കെ ചെയ്യില്ലേ അതുപോലെ അവർ അവിടെ നിന്ന് കാണും, നമ്മൾ ഇവിടുന്ന് ഡിസൈൻസ് കാണിച്ചു കൊടുക്കും, അതാണെന്നൊക്കെ പറയാണ്. തുടർന്ന് ജയൻ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന ഡിസൈൻസ് ഒക്കെ വന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. എല്ലാം കിട്ടിയിട്ടുണ്ട് അച്ഛാ, പക്ഷെ എനിക്കെന്തോ അവർ ഓക്കെ ആവോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഉണ്ടെന്ന് പറയുകയാണേ. അതെന്തേ, അങ്ങനെയാണെങ്കിൽ നയനമോളെ കൊണ്ട് ചെയ്യിപ്പിച്ചിടായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, അയ്യോ അമ്മ എന്തൊക്കെയായി പറയുന്നത്, ഫോറിൻ കമ്പനിക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യം നയനയ്ക്ക് എങ്ങനെയാ അറിയാം? ചാൻസേ ഇല്ല. ഇതേതോ കമ്പനികൾക്ക് ചെറുതായിട്ട് ഡിസൈൻസ് ഒക്കെ ചെയ്ത് കൊടുത്തിട്ട് അവർ ഓക്കെ ആയെന്ന് കരുതിയിട്ട്, എന്നാൽ ഫോറിൻ കമ്പനീസിനൊന്നും ഇവളുടെ ഡിസൈൻസ് ഒരിക്കലും ഓക്കെ ആവില്ല. ഇത് കേൾക്കുമ്പോൾ കനക ചോദിക്കുന്നുണ്ട്, എന്താ നയനെ അവർ അങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അമ്മ അവർ പറഞ്ഞതിലും കാര്യമൊക്കെ ഉണ്ടല്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ത് കാര്യമുണ്ടെന്ന് നീ നിന്നെ തന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് നവ്യ പറയുന്നുണ്ട് കേട്ടോ നയനയുടെ അടുത്ത്. ചേച്ചി ദയവ് ചെയ്തിട്ട് രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കോ, കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്നുള്ള രീതിയിൽ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെ ശരിയാവുക? തുടർന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ പറഞ്ഞതുപോലെ ഞാനും ചിന്തിച്ചതാണ്, പക്ഷേ ഫോറിൻ കമ്പനീസിന്റെ കാര്യങ്ങളൊക്കെ യുണീക്ക് ആയിരിക്കണം, അവരുടെ ഡിസൈൻസ് ഒന്നും ചിലപ്പോൾ നയനയ്ക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. അത് അവൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാണ്ടിരുന്നത്. ഡിസൈൻസ് എല്ലാം എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം മെയിൽ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ. തുടർന്ന് ജലജ അവിടെ നിൽക്കുന്ന അബിയെ വാട എന്ന് പറഞ്ഞിട്ട് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നയനയും കൂട്ടിയിട്ട് അവിടുന്ന് കനകയും പോവാണ്, കൂടെ നവ്യയും ചെല്ലുന്നുണ്ട് കേട്ടോ. തുടർന്ന് ജലജ അബിയും കൂട്ടിയിട്ട് പോകുന്ന സമയത്ത് അബി ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇപ്പം ഇങ്ങോട്ട് എന്നെ കൂട്ടിയിട്ട് വന്നത്, അവിടെ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, എടാ പൊട്ട, നിന്നെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ്. മീറ്റിംഗുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം അമ്മയ്ക്ക് പറയാനുള്ളത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഇത്രയും കാലം ഡിസൈൻ ചെയ്ത നയനയ്ക്ക് ഡിസൈനേ ചെയ്യാൻ അറിയില്ല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞപ്പോൾ അവരെല്ലാവരും അത് ഓക്കെ പറഞ്ഞു. ഈ സമയത്ത് വേണ്ടടാ നീ എല്ലാവരെയും ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നാണ് അമ്മ പറയുന്നത്? നീ ഇത്രയും കാലം ഈ ഡിസൈൻസുമായി ബന്ധപ്പെട്ടല്ലേ ജോലി ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് നിനക്ക് നെറ്റിൽ എന്തെങ്കിലും റെഫർ ചെയ്തിട്ട് ഒരു ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റില്ലേ? അപ്പോൾ അത് അമ്മയെന്നൊക്കെ പറയുമ്പോഴേക്കും ഞാൻ നിന്റെ മേലെ വെക്കുന്ന വിശ്വാസം പോലും നിനക്ക് നിന്റെ മേലില്ലല്ലോ, അതാണ് നിന്റെ കുഴപ്പം. നീ ഒരു ഡിസൈൻ തയ്യാറാക്കി വെക്കേ, അത് ഫോറിൻ കമ്പനിക്ക് ഓക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ ഏറ്റവും തലപ്പത്തേക്ക് കൊണ്ടുവരും, എങ്ങനെയെങ്കിലും ആദർശിനെ ആ MD സീറ്റിൽ നിന്ന് ഇറക്കിയിട്ട് നിന്നെ ഞാൻ ആ സ്ഥാനത്ത് വെക്കും, എത്രയും വേഗം തന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയെന്ന് പറയുമ്പോൾ ഓക്കെ അമ്മ ഞാൻ ട്രൈ ചെയ്യാമെന്ന് പറയുകയാണേ. ഓക്കെ ഞാൻ പോയിട്ട് ലാപ്ടോപ്പ് എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ജലജ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ അബിക്ക് ലാപ്ടോപ്പ് എടുത്ത് കൊണ്ടു കൊടുക്കുകയും അബി ഡിസൈൻ ചെയ്യാൻ വേണ്ടി ആരംഭിക്കുകയാണ്. മറുവശത്ത് നയനയുടെ അടുത്ത് കനക പറയുന്നുണ്ട്, ഇങ്ങോട്ട് നോക്ക് നയനെ, അവരെല്ലാം പറയുന്നത് കേട്ടിട്ട് നീ വെറുതെ ഇരിക്കരുത്. എൻ്റെ മോളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ട് എനിക്ക് വെറുതെ ഇരിക്കാൻ വേണ്ടി പറ്റില്ല. ഫോറിൻ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ മാനത്തുനിന്ന് കുതിച്ചു വന്നവരാണോ? നീ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ അവർക്ക് പിടിക്കില്ലേ? എല്ലാം സ്വർണം തന്നെയല്ലേ, ഓർഡർ ചെയ്തു തരുന്നത് മനുഷ്യൻ തന്നെയാണ്. നീ ഡിസൈൻ ചെയ്യണം, അവർക്ക് എങ്ങനെ ഡിസൈൻ പിടിക്കാതെ പോകുന്നു എന്നുള്ള കാര്യം എനിക്കൊന്ന് നോക്കണം എന്ന് പറയണേ. അമ്മ ഞാൻ പറയുന്നൊന്ന് കേൾക്കുന്ന നയനെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട്, നോക്ക് നയനെ, അമ്മ പറഞ്ഞതുപോലെ നീ ഡിസൈൻ ട്രൈ ചെയ്യാതെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കും? ചേച്ചി ഞാൻ ഇതുവരെ ഫോറിൻ കമ്പനിക്ക് ഒരു ഡിസൈനും ചെയ്തിട്ടില്ല, അവരുടെ എക്സ്പെക്ടേഷനൊക്കെ വേറെ ലെവലായിരിക്കും ചേച്ചി. അതൊക്കെ ലൈറ്റ് വെയ്റ്റ് ജ്വൽസ് ആണ്, പ്ലാറ്റിനത്തിന് എന്താണോ വരുന്നത് അത് തന്നെ ഗോൾഡൻ ചെയ്യണം, ഇതൊക്കെ കുറച്ച് ടഫായിട്ടുള്ള ജോലിയാണ് ചേച്ചി. അയ്യോ നയനെ, നിന്റെ ബലം എന്താന്നുള്ള കാര്യം നിനക്കേ അറിയില്ല.
മല എടുത്തിട്ട് തലയിൽ വെച്ചാൽ മാത്രമേ നമ്മൾക്ക് മനസ്സിലാവുള്ളൂ മല ചുമക്കാൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം. ഇപ്പം മല നിന്റെ തലയിലാണുള്ളതെന്നുള്ള കാര്യം നീ വിചാരിച്ചിട്ട് ദയവ് ചെയ്തിട്ട് ചെയ്യ് നയനെ. നയന മോളെ, എന്തോരം ദൈവങ്ങളുടെ പ്രതിമകൾ നീ ഈ കൈകൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതും വെറും ശിലയായിട്ടാണ് ഓരോരോ വീട്ടിലേക്കും പോകുന്നത്. എന്നാൽ ഓരോരുത്തരും ജപിച്ച് മന്ത്രിച്ച് അത് ദൈവമായിട്ട് മാറും. അതുപോലെ നീ മനസ്സ് വെച്ച് എന്തെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും വിജയിക്കും. ആ വിശ്വാസം എനിക്കുണ്ട് മോളെ. നീ ഇപ്പൊ വെറും മാണിക്കാണ്. നീ ഭാഷയായിട്ട് മാറണം. അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്യോ ഇല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യാ എന്ന് പറയണം കേട്ടോ. നിന്നെ കൊണ്ട് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ വായിൽ വെള്ളം വരെ പറ്റി. ആദ്യം ഞാൻ വെള്ളം കുടിക്കട്ടെ എന്ന് പറയാണ് നവ്യ. അങ്ങനെ പേപ്പർ എല്ലാം സെറ്റാക്കിക്കൊണ്ട് നയനയുടെ അടുത്ത് വരയ്ക്കാൻ വേണ്ടി പറയാണ്. നീ വരച്ചു തുടങ്ങിക്കോ, ഞാൻ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് കനകയും നവ്യ അവിടുന്ന് പോവാണ്. അങ്ങനെ ഒരു വശത്ത് നയനയും മറുവശത്ത് അവിയും ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാളിലിരുന്നിട്ടാണെന്നുണ്ടെങ്കിൽ ആദർശ് ഓരോരോ ഡിസൈൻസ് ആയിട്ട് ഫോറിൻ ക്ലയൻസിന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിസൈൻസ് കാണിക്കുമ്പോൾ ആദ്യം അവർ പറയുന്നുണ്ട് വേറെ ഡിസൈൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. തുടർന്ന് ആദർശിൻ്റെ അടുത്ത് പറയുന്നത് ആദർശ്, വി ആർ ലുക്കിംഗ് ഫോർ സം അതർ റിച്ച് ഡിസൈൻസ്. അങ്ങനെ ക്ലയൻസിന് ആ ഡിസൈൻസ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ജയൻ ചോദിക്കുന്നുണ്ട് ഔട്ട്സോഴ്സ് ചെയ്ത് വന്നിരിക്കുന്ന ഡിസൈൻസ് എല്ലാം കാണിച്ചു എന്നുള്ള കാര്യം. അതൊക്കെ കാണിച്ചു, പക്ഷെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനി നമ്മുടെ കമ്പനീസിൽ ക്ലയൻസ് ചെയ്തിരിക്കുന്ന കുറച്ച് ഡിസൈൻസ് ഉണ്ട്, അത് മാത്രമേ ഇനി കാണിക്കാൻ ബാക്കിയുള്ളൂ. അങ്ങനെ കാണിക്കുമ്പോൾ അവർ വീണ്ടും വേറെ ഡിസൈൻസ് കാണിക്കാനാട്ടോ പറയുന്നത്. അങ്ങനെ ആദർശ ആകെ പെട്ട അവസ്ഥയിലാവാണ്. തുടർന്ന് മുത്തശ്ശൻ ആദർശിന്റെ മുഖം കണ്ടിട്ട് എന്താ ആദർശയെ പറ്റി എന്നുള്ള കാര്യം ചോദിക്കുകയാണ്. നമ്മൾ മെയിൽ അയച്ച ഡിസൈൻസും ഇപ്പൊ കാണിച്ച ഡിസൈൻസും ഒന്നും അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ ആദർശ എന്താ ചെയ്യാന്നുള്ള കാര്യം മുത്തശ്ശൻ ചോദിക്കുമ്പോൾ വേറെ ക്ലയൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഡിസൈൻസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതും കാണിക്കാം. ഫോറിൻ കമ്പനീസ് ഇങ്ങനെ ഓർഡേഴ്സിന് വേണ്ടിയിട്ട് നമ്മുടെ കമ്പനിയെ തേടി വരിക എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ്. അവരുടെ ആവശ്യങ്ങളെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നുള്ളത് എനിക്ക് കുറച്ച് വിഷമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനിടയ്ക്ക് ക്ലയൻസ് പറയുന്നുണ്ട് കേട്ടോ, നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഒരു 5 മിനിറ്റ്സിന് ശേഷം നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം എന്ന്. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് ആ കോള് കട്ട് ചെയ്യാണ്. തുടർന്ന് മുത്തശ്ശൻ എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒരു 5 മിനിറ്റ്സ് ബ്രേക്ക് അവർ ചോദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ നമ്മൾ ഡിസൈൻസ് എല്ലാം ഓക്കെ ചെയ്തിട്ട് അവരെ കാണിക്കണം. അയ്യോ, ഇത്ര നേരമായിട്ടും അഭിയൊന്നും ചെയ്ത് കഴിഞ്ഞില്ലേ, ഞാൻ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ച് ജലജ നിൽക്കുകയാണ്. അതിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് കനകയും നവ്യയും കൂടി നമുക്ക് ഉള്ളിൽ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് നയനയ്ക്ക് അരികിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ നയന ഡിസൈൻ വരച്ചു കഴിഞ്ഞിട്ട് കയ്യിൽ കൊടുക്കുകയാണ് നവ്യയുടെ. ആ സമയത്ത് സൂപ്പർ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് നയന ചോദിക്കുമ്പോൾ ഡിസൈൻ വരയ്ക്കേണ്ടത് നിന്റെ ജോലിയാണ്, ഇത് അവിടെ എത്തിക്കേണ്ടത് എൻ്റെ ജോലിയാണ്, ഞാൻ ചെയ്യാം, അമ്മ വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോവാം. ചേച്ചി എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്നുള്ള കാര്യം നയന ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാണ്ട് നവ്യ അവിടുന്ന് പോവാണേ. അങ്ങനെ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുകയാണ് കനക. അതിൻ്റെ ഇടയ്ക്ക് ആരും അറിയാതെ ഫയലിൻ്റെ ഉള്ളിൽ നവ്യ ആ നയന വരച്ചിരിക്കുന്ന ഡിസൈന് ചേർക്കുന്നുണ്ട്. അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചു കഴിയാണ് എല്ലാവരും. അത് കഴിഞ്ഞ് ആദർശ ഫയൽ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വീഡിയോ കോൺഫറൻസ് വരികയാണ് അവർ ഓൺലൈനിൽ. മുത്തശ്ശ അവർ കോൺഫറൻസിൽ വന്നിട്ടുണ്ട്. ഉള്ള ഡിസൈൻസ് ഞാൻ കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് കാണിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ ആദർശ് ഒരു ഡിസൈൻ കാണിക്കുമ്പോൾ ഷോമി സം അതർ ഫോട്ടോസ് എന്ന് പറയാണ്. വേറെ ഒന്ന് കാണിക്കുമ്പോൾ ഞങ്ങൾ ഇതിൽ കൂടുതലായിട്ട് നിങ്ങളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നു എന്ന് പറയാണ് ക്ലയൻസ്. അങ്ങനെ ആദർശ് മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് അവർ നോ എന്ന് പറയുകയാണെന്നുള്ള കാര്യം. തുടർന്ന് ലാസ്റ്റായിട്ട് എടുക്കുന്നത് നയന വരച്ചിരിക്കുന്ന ആ ഡിസൈനാണ് കേട്ടോ. ആദർശ് അത് നോക്കുന്ന പോലുമില്ല, ജസ്റ്റ് അവർക്ക് ഇങ്ങനെ വെറുതെ കാണിച്ചു കൊടുക്കുകയാണ്, അവർ ഓക്കെ പറയില്ല എന്നുള്ള രീതിയിൽ. അങ്ങനെ ആ ഡിസൈൻ കാണുമ്പോൾ തന്നെ ക്ലയൻസ് പറയുന്നുണ്ട് സൂപ്പർ ആദർശ്, ദിസ് ഇസ് വാട്ട് വി ആർ എക്സ്പെക്ടിങ് എന്ന് പറയണേ. എങ്ങനത്തെ ഡിസൈൻസ് ആണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ ഈ ഡിസൈൻസ് ഓക്കെ എന്ന് പറഞ്ഞു എന്നുള്ള കാര്യം. അങ്ങനെ നയന വരച്ചിരിക്കുന്ന ഡിസൈൻസ് ക്ലയൻസ് ഓക്കെ പറയാണ്. അങ്ങനെ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ എല്ലാവരും. കനകയും നവ്യാണെങ്കിൽ തുള്ളി ചാടി കളിക്കുന്ന പോലെ ഹാപ്പി ആവുന്നുണ്ട്. അങ്ങനെ ക്ലയൻസ് ഈ ഡിസൈൻ മെയിൽ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. നമ്മൾ വീണ്ടും കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവർ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ആ കോൺഫറൻസ് അവസാനിപ്പിക്കുകയാണ്. മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം മുത്തശ്ശ ഒരു വിധത്തിൽ അവർ ഓക്കെ പറഞ്ഞു മുത്തശ്ശ എന്ന് പറയണേ. എല്ലാം ദൈവത്തിന്റെ കളിയാണ് മോനെ. അല്ല ആദർശേ, ഈ ഡിസൈൻ ചെയ്തത് ആരാണ്? അത് എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ പറയുന്നുണ്ട് എന്തായാലും ആര് ഈ ഡിസൈൻ ചെയ്താലും ഇത്രയും ഡിസൈൻസ് ഒക്കെ കണ്ടിട്ടും അവർ ഓക്കെ അല്ല എന്ന് പറഞ്ഞു. ഈ ഒറ്റ ഡിസൈനിൽ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡിസൈൻ ചെയ്ത ആള് ചില്ലറക്കാരല്ല. ഈ ഡിസൈൻ ആരാ ചെയ്തെന്നുള്ള കാര്യം അറിയില്ല. ആര് ചെയ്തു കഴിഞ്ഞാലും അവരുടെ പേര് ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറും ഉണ്ടാവും. എന്നാൽ ഈ ഡിസൈൻ മാത്രം ആരാ ചെയ്തതെന്ന് ഒരു ഐഡിയ ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ആദർശ്. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്.